വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മുടെ പോളിനോമിയൽസ് ചാപ്റ്ററിലെ തേർഡ് വീഡിയോയാണ്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പോളിനോമിയലിൻ്റെ സീറോ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്താണ്, അതായത് ഒരു ഗ്രാഫിൽ ആ പോളിനോമിയൽ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സീറോസും ആ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസും ഓക്കെ അത് തമ്മിൽ എന്താണ് റിലേഷൻ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പോളിനോമിയൽ ഇതായിരുന്നു x² + 5x + 6 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു ജനറലായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ എഴുതുമ്പോൾ അത് എഴുതുന്നത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ ax² + bx + c എന്നാണ് ഒരു ജനറൽ പോളിനോമിയലിനെ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ജനറൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അതായത് ഡിഗ്രി 2 ഉള്ള ഒരു പോളിനോമിയലിനെ നമ്മൾ ഇങ്ങനെയാണ് സാധാരണ എഴുതാം. ഓക്കെ, ഇനി ഇപ്പോൾ ഈ നമ്മൾ മുകളിലത്തെ എക്സാമ്പിളായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എ എന്ന് പറയുന്നത് x² ഫ്രണ്ടിലുള്ള നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ x² + 5x + 6 എന്നുള്ള പോളിനോമിയലിൽ എ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അതുപോലെ ബി എന്ന് പറയുന്നത് എക്സിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പറാണ്, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. അപ്പോൾ ഈ കേസിൽ ബി എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ സി എന്ന് പറയുന്നത് എക്സ് ഒന്നും ഇല്ലാതെ നമ്പർ മാത്രമായിട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പോളിനോമിയലിൽ 6 ആണ്. അപ്പോൾ ഈ എ ബി സിയുടെ വാല്യൂ 1 5 6 ആണ്. ഓക്കെ, ഇനി ഈ ഇതിൻ്റെ സീറോസ് നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യാറ് ആൽഫ ബീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, സീറോസിന് നോർമലി ആൽഫ = അതുപോലെ തന്നെ ബീറ്റ = എന്നും പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ ആൽഫ എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, അതുപോലെ ബീറ്റ എന്ന് പറയുന്നത് -3. നമ്മൾ പറഞ്ഞു രണ്ട് സീറോസ് -2ഉം -3 ആണെന്ന്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ ആൽഫ = -2, ബീറ്റ = -3 എന്നുള്ളത്. ഇനി ഈ പോളിനോമിയൽസിൻ്റെ സീറോസും കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിനോമിയൽസിൻ്റെ സീറോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതായത് ആൽഫ + ബീറ്റ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു -b/a. ഓക്കെ, അതായത് ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, എ എന്ന് പറയുന്നത് x² കോഎഫിഷ്യൻറ്റ്. അപ്പോൾ നമ്മൾ സമ്മ് ചെയ്യുമ്പോൾ കിട്ടുന്നതും ഈ എന്താ പറയുക പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് എടുത്തിട്ട് -b/a ചെയ്താൽ കിട്ടുന്നതും ഒരേ ആൻസർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ആദ്യം തന്നെ -b/a എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ -b/a എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് വാല്യൂ? -b/a എന്ന് പറയുന്നത് b എന്ന് പറയുന്നത് ഇവിടെ 5 ആയിരുന്നു. ഓക്കെ, അപ്പോൾ -5 / a എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, -5/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 ആണ്. ഓക്കെ, അപ്പോൾ -b/a വാല്യൂ -5 ആണ്. ഇനി നമ്മൾ സം ഓഫ് സീറോസ് നോക്കിയാലോ, ആൽഫ + ബീറ്റ. ഓക്കെ, അതാണ് സം ഓഫ് സീറോസ് എന്ന് പറയുന്നത്. സീറോസ് എന്ന് പറയുന്നത് ആൽഫയും ബീറ്റയാണ്. അപ്പോൾ ഈ ആൽഫ + ബീറ്റ ചെയ്യുമ്പോൾ എന്താണ്? ആൽഫ എന്ന് പറഞ്ഞാൽ -2 ആണ്, പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പോൾ അതും നമുക്ക് എന്താ കിട്ടുന്നത്? -5 എന്ന് തന്നെയാണ് കിട്ടുക. ഓക്കെ, അതായത് നമ്മൾ -b/a ചെയ്തപ്പോഴും -5 ആണ്, ആൽഫ + ബീറ്റ ചെയ്തപ്പോഴും -5 ആണ്. ഓക്കെ, അപ്പോൾ അത് ആ സം ഓഫ് സീറോസിൻ്റെ ഒരു റിലേഷനാണ് അത്. അതായത് സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ + ബീറ്റ എന്ന് പറയുന്നത് = -b/a ആയിരിക്കും. അത് ഫസ്റ്റ് റിലേഷൻ. അതുപോലെ സെക്കൻഡ് റിലേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫ × ബീറ്റ. സീറോസ് ആൽഫ ബീറ്റയാണ്, അപ്പോൾ ആൽഫ × ബീറ്റ നമ്മൾ ആൽഫ ബീറ്റ എന്ന് എഴുതും. പ്രോഡക്റ്റ് ഓഫ് സീറോസിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ c/a ആയിരിക്കും. ഓക്കെ, സി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കിടക്കുന്ന നമ്പർ. ഇപ്പോൾ ഇവിടെ ഈ കേസിൽ 6 ആണ്, എ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ c/a വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടാൻ പോകുന്നത് 6/1 അല്ലെങ്കിൽ 6 എന്നായിരിക്കും. ഇനി നമുക്ക് ആൽഫ × ബീറ്റ ചെയ്ത് നോക്കാം. ആൽഫ എന്ന് പറയുന്നത് -2 ആണ്, ബീറ്റ എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ -2 × -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മൈനസ് മൈനസ് പ്ലസ് ആകും. 2 × 3 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് 6. നമുക്കിവിടെ C/A ചെയ്തപ്പോഴും കിട്ടിയത് 6 ആണ്. അതുപോലെ ആൽഫ ബീറ്റ ചെയ്തപ്പോഴും കിട്ടുന്നത് 6 ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സം ഓഫ് സീറോസ് മൈനസ് B/A ആയിരിക്കും. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് സം ഓഫ് സീറോസ് മൈനസ് B/A ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് സീറോസ് C/A ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വെച്ചോ, അതായത് സീറോസ് തന്നിട്ട് പോളിനോമിയൽ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിക്കാം. ഓക്കെ, അതായത് സീറോസിൻ്റെ സമ്മിൻ്റെ വാല്യൂ മൈനസ് B/A ആയിരിക്കും. അതുപോലെ സീറോസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ C/A ആയിരിക്കും. അപ്പോൾ ആ ഒരു റിലേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ പറയുക, ഒരു പോളിനോമിയൽ ഹാസ് സീറോസ്. നമുക്കൊരു കാര്യം ചെയ്യാം, 3ഉം 4ഉം സീറോസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുക. ഓക്കെ, ക്വസ്റ്റ്യൻ പോളിനോമിയൽ ഫൈൻഡ് ചെയ്യണം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദ പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇവിടെ ആൽഫയും ബീറ്റയും അതിൻ്റെ സീറോസാണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ആൽഫ എന്ന് പറയുന്നത് 3ഉം ബീറ്റ എന്ന് പറയുന്നത് 4ഉം ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പോളിനോമിയൽ എന്ന് പറയുന്നത് x² മൈനസ്, ഇവിടെ മൈനസ് ആണ് കേട്ടോ, അത് മാറിപ്പോകരുത്, ഇവിടെ മൈനസ് ആണ്, പ്ലസ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മൈനസ് ആൽഫ പ്ലസ് ബീറ്റ, അതായത് 3 + 4 ടൈംസ് എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുമ്പോൾ 3 × 4. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് x² മൈനസ് 3 + 4 എന്ന് പറഞ്ഞാൽ 7 മൈനസ് 7x പ്ലസ് 3 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള പോളിനോമിയൽ. ഓക്കെ, അതായത് x² മൈനസ് 7x പ്ലസ് 12 എന്നുള്ള പോളിനോമിയലിൻ്റെ എന്താ പറയുക, സീറോസ് ആയിരിക്കും 3ഉം 4ഉം. നമുക്ക് വേണമെങ്കിൽ അത് വെരിഫൈ ചെയ്ത് നോക്കാം. നമുക്കറിയാം സം ഓഫ് സീറോസ്, അതായത് ആൽഫ പ്ലസ് ബീറ്റ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് B/A ആണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ax² പ്ലസ് bx പ്ലസ് c, ഈ ഇക്വേഷനായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ 1 ആണ്, b എന്ന് പറയുന്നത് -7 ആണ്, c എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് B/A ആണ്, അതായത് -7, കാരണം b എന്ന് പറഞ്ഞാൽ -7 ആണ്. അപ്പോൾ -7/1, അതായത് 7 എന്ന് കിട്ടും. ഓക്കെ, അത് ശരിയല്ലേ? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 3 + 4 ആണ്, അത് നമുക്ക് 7 തന്നെയാണ് കിട്ടേണ്ടത്. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് 3 × 4 12 ആണ് കിട്ടേണ്ടത്. ഓക്കെ, ആൽഫ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ എന്താണ്? C/A ആയിരിക്കണം. ഈ കേസിൽ c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്, a എന്ന് പറഞ്ഞാൽ 1ഉം. ഓക്കെ, അപ്പോൾ 12/1 അല്ലെങ്കിൽ 12. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ആൽഫ ഇൻറ്റു ബീറ്റ 3 × 4 ചെയ്താലും നമുക്ക് 12 തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സീറോസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി, നമുക്ക് എന്താ പറയുക, ആ പോളിനോമിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഈ പോളിനോമിയൽസ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ. നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എല്ലാം ഇപ്പോൾ ഈ ഒരു 3 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇത് മനസ്സിലാക്കിയ ശേഷം കൂടുതൽ പ്രോബ്ലംസും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.